ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ മികവാർന്ന പ്രവർത്തനമാണ് കല്ലറ പൊളിക്കുന്നതിന് എളുപ്പമാക്കിയത്. എങ്ങനെയാണ് ഈ ഒരു സംഘർഷം കൂടാതെ ഈ പൊളിപ്പിനൊക്കെ സഹായകരമായത്? അല്ല, ഇതൊരു നിയമപരമായ ഒരു നടപടി മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നുമില്ല. നിയമപരമായ നടപടി നടത്തുക, പോലീസ് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ഇതിലെന്താ ഈ സംശയമോ ദുരൂഹതയോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതിപ്പോ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്നു. അത് ഈ രീതിയിൽ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു നടപടി ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ പൊളിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ സംശയത്തിനോ ദുരൂഹതയ്ക്കോ വഴിവെക്കുന്ന എന്തേ സംഭവം? അല്ല, അതൊക്കെ അന്വേഷണത്തിന്റെ കാര്യങ്ങളാണ്, നമ്മളിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഉച്ചയ്ക്ക് അവരത് വാങ്ങില്ല എന്നൊരു അഭിപ്രായം പറയുന്നുണ്ടല്ലോ മൃതദേഹം. അങ്ങനെ അത് അവരുടെ ഒരു താല്പര്യമാണ്. നമ്മള് അതിനകത്ത് അവര് വാങ്ങുമെന്നാണ് എനിക്ക് അടുത്ത സമയത്ത് കിട്ടുന്ന അറിയിപ്പ്. എല്ലാവിധ പഴുതു മുളച്ചാണല്ലോ നമ്മളെ പോലീസ് ഇന്ന് ഈ കല്ലറയ്ക്ക് സംഘർഷം തുടക്ക നാൾ മുതൽ വലിയ സംഘർഷം ഉണ്ടായിരുന്ന സംഭവമാണ്. പോലീസിന്റെ ഒരു മികവാണല്ലോ ഈ കണ്ടത്. അല്ല, ഇത് ഒരു 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 പ്രൊസീജിയർ നടത്തി എന്നുള്ളതല്ലാതെ പ്രത്യേകതകളൊന്നുമില്ല. ഞങ്ങളുടെ അന്വേഷണം നിയമപരമായ അന്വേഷണം നടത്തണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമെന്ന് ഇത് കരുതാൻ പറ്റും. അല്ല, ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് നമുക്ക് എത്രയും വേഗം കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാം. അല്ലെങ്കിൽ പിന്നെ അത് മറ്റ് കാര്യങ്ങൾ മറ്റ് എക്സാമിനേഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും റിപ്പോർട്ട് വരുന്നത്. ഈ കുടുംബം രാവിലെ പ്രതിഷേധിച്ചിരുന്ന ഈ സംഭവമായിട്ട്? ഇല്ല, അവർ പ്രതിഷേധിച്ചൊന്നുമില്ല. അവര് മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല. 100-ന് താഴെ പോലീസിന് നിർത്തിയായിരുന്നു കേരള പോലീസിന്റെ മികവാർന്ന പ്രവർത്തനം ഇന്ന് കാഴ്ചവെച്ചത്.